വരുന്നുണ്ടോ? എന്താടാ കുറെ നേരമല്ലോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നുമില്ല, ലവാണ്. ചെറിയൊരു ലവ്. വേസ്റ്റ്. അല്ല, ഞാൻ സീരിയസ് ആണ്. നീ വിട്ടോ. അവരൊരു മാറ്റമില്ലല്ലേ, അതേ എനർജിയാ. ഏയ് എന്താ ഇത്തിരി കൂടുതലല്ലടാ, നമ്മൾ അഭിനയിക്കുമ്പോഴല്ലേ കൂടി പോകുന്നത്. നീ എന്ത് തേങ്ങി പറയണേ? ഐറ്റം വണ്ടി കിടക്കല്ലേ ബ്രോ, നിൽക്കാതൊന്നുമില്ല. നീ കുറച്ച് ബാഗ് എടുത്ത് കൊടുക്കും. ഏതോമാരത് അവന് വേക്കോട്ട് എടുത്തൂടെ? അത് വല്ല സാറുമാരുടെ വണ്ടിയായിരിക്കും. നീ ഒന്ന് പിന്നോട്ട് എടുക്കും. അത് പണി മേടിച്ച് വെക്കണ്ട. ഒതുക്കാൻ പറ്റില്ല. വണ്ടി പിന്നോട്ട് എടുക്കാൻ കൈ കിടക്കണത്. അതെ, റേഞ്ചില്ലായിരുന്നതാ. ചൂടാവല്ലേ, ഇപ്പൊ സമാധാനായില്ലേ? അല്ല, ഇതെങ്ങനെ പോസിറ്റീവായിരുന്നെങ്കിൽ നമ്മുടെ ബന്ധം വേറെന്തൊക്കെയായനെ അല്ലേ? ശരി. ഇതെന്താ പിടിച്ചിട്ട് നിൽക്കുന്നത്? സംഭവം കൂരയാണെങ്കിലും നല്ല മുന്തിയനാ. എന്ത് പണിയെടുത്താൽ കാണിച്ചത് എനിക്കറിയാൻ പാടില്ല. ഷെഡ്യൂൾ 1 പെട്ടതാ ഈ കൂരമാൻ. പിടിച്ച 6-7 വർഷം അകത്താ. ഇതിങ്ങനെ ആധാർ കാർഡൊന്നുമില്ല, കാർഡനൊക്കെ കണ്ട് കുട്ടിക്കുന്ന വഴിയിൽ വീഴണതല്ലേ. എന്താ അതൊന്നും സാറില്ല സാറേ. എന്നെ കൊണ്ടുപോയി പൊരിക്കേ എന്നിട്ട് കിടക്കണ കിടപ്പ് വേണ്ട. അതൊന്നേ വായി നോക്കി നിൽക്കാതെ നീ ആ ഗ്രില്ല് തെറ്റി ചായപ്പി കാണും. നീ എന്ത് കഥ എടുക്ക?
ഇത് പ്രശ്നമാവോ? നമ്മുടെ സല്ലുബായി വരെ പെട്ടാണ്ടോ? വെട്ടിയ മുറിയോടാ. അപ്പം നാടൻ മുറിച്ചതിന് തുടങ്ങാല്ലേ? എൻ്റെ ഇക്ക ഇങ്ങനെ വല്ല ആവശ്യമുണ്ടാ അത് ഈ അവസ്ഥയിൽ? ദിവസവും ഈ മരുന്നും കഞ്ഞി ന്യൂസ് ചാനലൊക്കെ അല്ലടാ വീട്ടില്. മരുന്നിന് തന്നെ വേണം ഒരു കുത്തി നോട്ട്. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെയുള്ള കുരുത്തക്കരകളൊക്കെ ഒപ്പിക്കുമ്പോഴാണ് മനുഷ്യൻ ജീവിച്ചിരിക്കണമെന്ന് തോന്നുന്നത്. നീ എണ്ണ എടുത്ത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടൂടെ? GPay അക്കൗണ്ട് നമ്പറൊക്കെ വെച്ചിട്ട് വേണേ ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂട്ടി വീഡിയോ ആൾക്കാർ സഹായിക്കൂലേ? അതല്ലേ ഇപ്പൊ ട്രെൻഡ്. സക്കാത്ത് വാങ്ങുന്നതിനുള്ള യോഗ്യതകളെ കുറിച്ച് കടുത്ത നിയമങ്ങളുണ്ടാ ഞങ്ങളുടെ കിതാബിൽ. അത് തെറ്റിച്ചാലേ കുറ്റവും. അപ്പൊ ഇത് കുറ്റല്ലേ? നിയമങ്ങൾ പല കിതാബിലും പലതരടാ. അവസാനം നിയമങ്ങൾ മാത്രമേ ഉണ്ടാവും, മനുഷ്യന്മാരുണ്ടാവില്ല. പൊന്തക്കാട്ടിൽ നിന്ന് ചടയെന്ന് മുന്നേ വന്നു നിന്നു. വെടിവെക്കാന്ന് വാങ്ങിയിട്ടില്ല. ഒരു 1.5 ടൺ വരും സാധനം കരിമ്പോത്ത്. ഞാൻ ഓടി, അവൻ പുറകെയും. വലിയൊരു മരത്തിൻ്റെ പുറകിലേക്ക് ചാടി മാറിയതുകൊണ്ട് അവൻ്റെ കുത്ത് മരത്തെ തുളച്ച് കയറി. മരം പൊളിഞ്ഞ് കൊമ്പ് അപ്പുറത്ത് വന്ന് എൻ്റെ കയ്യിൽ കൊണ്ടതാണ്. എന്നിട്ടെന്താ കൈ ഒടിഞ്ഞു? അല്ല, കരിമ്പോത്ത്. കരിമ്പോത്തിന്റെ കിണ്ടി അവൻ്റെ അമ്മയുടെ മോനല്ലേ. പിന്നെ മരത്തുനിന്ന് കൊമ്പ് ഊരാൻ അവന് സമയം വേണമല്ലോ. ഡൈനാമിറ്റിന്റെ തോക്ക് അതും ഈ കിത്തോന്റെ കയ്യിൽ കൊടുത്തു പള്ളക്ക്. അവനൊരു മുറ്റായതുകൊണ്ട് മാത്രം ഉണ്ട തുളഞ്ഞ് അപ്പുറത്ത് ഒന്നുമില്ല. എന്തായാലും ചാണേന് മുന്നേ 2 മാസം വീട്ടിലിരിക്കാനുള്ള പണി എനിക്ക് തന്നിട്ട് അവൻ പോയത്. നീ എന്താ കഥ കിട്ടുക? പോണ്ടേ? പോ. ശരി. കുറച്ച് നേരത്തെ ചെയ്, ബാക്കി എടുക്ക. സാർ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഓ വേണ്ട, ഞാൻ ചെയ്തോളാം. എന്നാ ഞങ്ങൾ വിട്ടേക്കുവോ? അതെ, വേഗം കാടിറങ്ങിക്കോണം. വേണ്ടത പണിക്കൊന്നും പോരുത് കേട്ടാ. ഞങ്ങളതാ വീടെത്തി. കേട്ടോ. നമുക്ക് പോവാം. കോട്ടത് അങ്ങോട്ട് കുറിശി ബാക്കി വെച്ചാലേ ഇതോടെ കിടക്കട്ടെ. ആ വീടെത്തി. ഇനിയാണ് ശരിക്കുള്ള പണി. ഹലോ, ആട്ടാ, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. എന്താടാ സെറ്റായോ? സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ വിട്ടോട്ടെ? വേണ്ട വേണ്ട, പറഞ്ഞിട്ട് മതി.
പുറത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നീ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നില്ല. ഓക്കെ. നിന്റെ ഐറ്റം നീ മറന്നില്ലല്ലോ. എന്താണെന്നൊക്കെ കേട്ട് കാട്ടുപോത്തോലും വരുവാ. കാട്ടുപോത്ത് മാത്രമല്ല, എന്തും വരാം. പിടിക്കലടാ. മാറ്റി മാറ്റി പിടിച്ചേ. സമാചാരം കേട്ടോ.